ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും അറിയായിരിക്കും ഇന്ന് 27th. ഓക്കെ ഗൈസ്, 27th ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും ഇന്നത്തെ സ്പെഷ്യൽ എന്ന്. അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ന് ഈദ് നൈറ്റ് ആണ് ഗൈസ്. ഈദ് നൈറ്റ് എന്ന് പറയുമ്പം പെരുന്നാൾ രാത്രി എന്നാണ് മലയാളത്തിന് പറഞ്ഞു വന്നത്. അപ്പം പെരുന്നാൾ രാത്രിയാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്ക്. അപ്പം ഇപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ തിരക്കിലാട്ടോ. കാരണം ബിരിയാണി 2 തരം ഉണ്ടാക്കണം. കാരണം എൻ്റെ ഉമ്മ ഫിഷ് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പം ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഉണ്ടാക്കും. നമ്മൾ പെരുന്നാൾക്ക് എല്ലാ പെരുന്നാൾക്കും മീൻ ബിരിയാണി ഉണ്ടാവും, ചിക്കൻ ബിരിയാണി ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതൊരു സ്പെഷ്യലാണ് എല്ലാ വീട്ടിലും വെച്ചിട്ട്. അപ്പോൾ എന്താണ് അങ്ങനെ 2 ബിരിയാണി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറ്റൂലേ, നല്ലൊരു സ്പെഷ്യൽ കാര്യമാണല്ലോ. അപ്പോൾ പറഞ്ഞൊന്നൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്, അഡ്വാൻസ് ഈദ് മുബാറക്ക്. അഡ്വാൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, നാളെയാണ് ഈദ് മുബാറക്ക്. ഇത് വലിയ പെരുന്നാൾ ആശംസകൾ ഗൈസ്. അപ്പോൾ എന്താണ് ഇപ്പോൾ എല്ലാവരും തിരക്കിലാണ്. പിന്നെ ഡ്രസ്സിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് നമ്മളങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. കാരണം ഡ്രസ്സ് ഓൾറെഡി നമുക്കുണ്ട്. നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഉപ്പാൻ്റെ മെരിയോള കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രസ്സ് നമ്മളങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഡ്രസ്സ് അങ്ങനെ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് അങ്ങനെ കിടക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ നാളത്തെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പം. അതുപോലെ തന്നെ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെരുന്നാൾ രാത്രി മെയിനായിട്ടുണ്ടാവുക ഫുഡ്, മസാലകൾ, അതൊക്കെ ആയിരിക്കും. പിന്നെ രാത്രിയത്തെ ഫുഡ് സ്പെഷ്യലായിരിക്കും. ലൈക്ക് പുട്ട്, ചിക്കൻ കറി, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ മെയിൻ ഫുഡ്. അതാണ് പൊതുവേ പുട്ടും ചിക്കൻ കറി തന്നെയാണ് പൊതുവേ നമ്മൾ അന്നേരത്തെ രാത്രിത്തെ ഫുഡ് എന്ന് പറയുമ്പം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല്. പിന്നെ സത്യം പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്നിനെക്കാട്ടിയും ഭയങ്കര വൈബാണ് പെരുന്നാൾ രാത്രി എന്ന് പറയുമ്പോൾ. കാരണം പെരുന്നാൾ രാത്രി നമ്മളിങ്ങനെ തെക്ബീർ അടിക്കൽ, പിന്നെ തെക്ബീർ ഇതാക്കുക, പിന്നെ മൈലാഞ്ചി ഇടൽ രാത്രിത്തെ തിരക്കിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ എന്താ പറയുക, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസും കൂടി ഉണ്ട് നാളെ. ലൈക്ക് ഒരു കുഞ്ഞ് സർപ്രൈസും കൂടി ഉണ്ട്. കാരണം എൻ്റെ ഫേസ് റിവീലിംഗ് നാളെ ഉണ്ടാകുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ പെരുന്നാളിൻ്റെ അന്ന്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല. ബട്ട് ഗൈസ്, ഞാൻ കുറേ പ്ലാൻ ചെയ്യുന്നതാണ് ഫേസ് റിവീൽ ചെയ്യണമെന്ന്. അപ്പം കറക്റ്റ് ടൈമാണ് നാളെ എന്ന് പറയുമ്പോൾ പെരുന്നാളിൻ്റെ അന്ന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാനൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നൊരു അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. സ്റ്റഡി വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്ലോഡ് ആയെന്ന് തോന്നുന്നു. ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അപ്ലോഡ് ആയോന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ നാളെ ആവും, അല്ലെങ്കിൽ ഇന്നാവും. അപ്പം നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തെങ്കിലും ഞാൻ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചുപോയി അറിയാണ്ട്. പായന നോക്കണം ഇനി. അപ്പം ഇപ്പം സബ്സ്ക്രൈബേഴ്സ് കറൻ്റ്ലി ആയിട്ടില്ല, തീരെ ആയിട്ടില്ല. 6 ഉള്ളൂ നമ്മളെ കയ്യിൽ. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വ്യൂവേഴ്സൊക്കെ ഉണ്ട് 36, അങ്ങനെയുള്ള റേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെടുത്താൽ എനിക്കൊന്ന് അത്യാവശ്യം ഉയരത്തിൽ കയറാൻ പറ്റും ഗൈസ്, ആ ഒരു സബ്സ്ക്രൈബർ കയറിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മൊത്തം ഞാനൊരു ബ്ലാക്ക് മയ്യത്തിലാണ് ഇന്ന്. കണ്ടോ, പാൻറ്റും ബ്ലാക്കാണ്. അപ്പോൾ ഇന്നത്തെ അതാണ് ഗൈസ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാമല്ലേ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചിക്കൻ പൊരിച്ചതും മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പുട്ടാണ് അന്ന് രാത്രിയത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ പുട്ട് ഉണ്ടാകുന്നുണ്ട് ഇവിടുന്ന് ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന്. കാരണം മൊത്തം ഗ്യാസൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പുട്ട് കൂടിയും ഉണ്ട് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പം കാണിച്ച ഷോട്ടുകൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. അപ്പോൾ ഇതാണിപ്പം അടുക്കളയിൽ നടക്കുന്ന പണി കേട്ടോ. അപ്പം മൊത്തം തിരക്കിലാണ് എല്ലാവരും. പിന്നെ ഇക്കാക്കെല്ലാം മുകളിലുണ്ട്. ഇക്കാക്ക മുകളിൽ ഫോൺ കണ്ടിട്ടിരിക്കുകയാണ്. പിന്നെ നാളെ പൊതുവെ നമ്മൾ പെരുന്നാൾക്കെന്നെല്ലാം ഉപ്പാൻ്റെ വീട്ടിൽ പോക്കുണ്ട്. എന്ന് പറയുമ്പോൾ പെങ്ങന്മാരുടെ വീട്ടിലൊക്കെ പോയിട്ട് തന്നെ വരാം. എന്ന് പറയുമ്പോൾ 6 മക്കളാണ് ഇവരെ വീട്ടിൽ. അപ്പോൾ 4 പെണ്ണും 2 ആണുമാണ്. അപ്പോൾ അതിന്നൊരാളാണ് എൻ്റെ ഉപ്പ. അപ്പോൾ അങ്ങനെ ആകുമ്പം നമ്മളിങ്ങനെ തറവാട്ടിൽ പോയിട്ട് ചെറിയൊരു സെലിബ്രേഷൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും കൂടുന്ന പോലെ നിൽക്കും. എല്ലാവരും കൂടും.
അപ്പം അപ്പം നമ്മൾ നാളെ അങ്ങനെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. അപ്പോൾ നാളത്തെ വീഡിയോ നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യും ഞാൻ, ഷോർട്സ് ആയിട്ടും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ പെരുന്നാൾ തലേൻ്റെ ഒരു ചെറിയ ഷോർട്സ് പോലെ എനിക്ക് എടുക്കണം, അതിൻ്റെ ഒരു പണിയും കൂടി ഉണ്ട്. സോ എത്രയേ ഉള്ളൂ ഗൈസ് നമുക്ക് പെരുന്നാൾ രാത്രി എന്ന് പറയുമ്പം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുളിച്ചിന് രാവിലെ, തലയടക്കം കുളിച്ചിന്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഗൈസ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പുട്ടും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ കുറേ തിന്നു, റാഹത്താക്കിയിട്ട് എന്താ മൈലാഞ്ചി ഇടാൻ ഇരിക്കുകയാണ്. അപ്പം മൈലാഞ്ചി ഇടാനായിട്ട് മെയിനായിട്ടും ഞാൻ ഇരിക്കുമ്പം പൊതുവേ ഞാൻ അറേബ്യനാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇപ്പം അത് കിട്ടാത്തതുകൊണ്ട്, റെയർ ആയതുകൊണ്ട് ഞാനിപ്പോൾ അബ്ര എന്ന് പറഞ്ഞിട്ടുള്ള അർബയാണോ അത് അതിൽ കാണിക്കുന്നുണ്ടല്ലേ, അബ്ര, ഓക്കെ, അബ്ര എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ബഡ്സ് എടുത്തിട്ടുണ്ട്, ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ടി വിയിൽ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരു ഔട്ട് ഇൻട്രോ പോലെ എനിക്ക് എടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു കേട്ടോ. ഞാൻ നടുക്ക് കാണിക്കുന്ന ഈ ഒരു എന്താ പറയുക, ആ ഒരു ഇത് കണ്ടു മെഹന്തി ആയിട്ട്, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നും ഇടാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് വേറൊരു ഇതാണ് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ചോന്നത് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ആ ഒരു ക്ലിപ്പൊക്കെ. അപ്പം അതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പം ചോന്നത് പോലെ ഒന്നും ഞാൻ പറഞ്ഞ പോലെ ഒന്നും നടന്നിട്ടില്ല. അപ്പം എല്ലാവർക്കും ബിലേറ്റഡ് ഈദ് മുബാറക്ക് എൻ്റെ വക. അപ്പോൾ ടാറ്റ ബൈ ബൈ. പിന്നെ ഈദിൻ്റെ വീഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സീ യു.